സൂപ്പർ ക്രോസിംഗ് ബൈക്ക് റേസിംഗിനിടെ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൻ നാശനഷ്ടം. മൈതാനത്തെ പുല്ലുകൾ ഉണങ്ങുകയും പ്രവേശന ഗേറ്റുകൾ തകരുകയും ചെയ്തു. മേയർ ഒ സദാശിവൻ സ്റ്റേഡിയം സന്ദർശിച്ചു. കഴിഞ്ഞ മാസം 21-നാണ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ സൂപ്പർ ക്രോസ് ബൈക്ക് റേസിംഗ് നടന്നത്. തുടർന്നാണ് ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ വ്യാപക നാശനഷ്ടങ്ങളുണ്ടായത്. പുൽമൈതാനത്തിന്റെ പാർശ്വഭാഗവും ഉണങ്ങിയിട്ടുണ്ട്. ബൈക്ക് റേസിംഗിനായി മൈതാനത്ത് മണ്ണിട്ടിരുന്നത് പോലും നീക്കം ചെയ്തിട്ടില്ല. പുൽമൈതാനത്തിനിടയിൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള സുഷിരങ്ങളോട് കൂടിയ പൈപ്പുകൾ ഭാഗികമായി നശിച്ചു. സ്റ്റേഡിയത്തിലെ പ്രവേശന ഗേറ്റുകളും തകർന്നിട്ടുണ്ട്. കേരള ഫുട്ബോൾ അസോസിയേഷനും കോർപ്പറേഷനും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് ആരോപണം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൻ്റെ വരുന്ന സീസണിലെ മത്സരങ്ങൾ ഇവിടെ നടത്താനുള്ള ആലോചന പോലും നടക്കുന്നൊരവസരത്തിലാണ് നമ്മുടെ ഈ ഗ്രൗണ്ടിന് ഈ വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഭാവിയിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്കും കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം നൽകരുത് എന്നാണ് നമ്മുടെ ഫുട്ബോൾ ഫാൻസ് അസോസിയേഷനും കോഴിക്കോട്ടെ ഫുട്ബോൾ പ്രേമികൾക്കും നമ്മുടെ കോർപ്പറേഷനോട് അഭ്യർത്ഥിക്കാനുള്ളത്. മേയറുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ കൗൺസിൽ അംഗങ്ങൾ സ്റ്റേഡിയം സന്ദർശിച്ചു. ജനുവരി 15-നകം സ്റ്റേഡിയം പഴയപടിയാക്കാമെന്ന് ബൈക്ക് റേസിംഗ് സംഘാടകർ KFAക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് മേയർ പറഞ്ഞു. ഇതിൻ്റെ പഴയ നിലയിൽ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഇവർക്ക് കൊടുത്തിട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത് 15-ാം തീയതിയാണ് ജനുവരി. ആ 15-ൻ്റെ ഉള്ളിൽ പൂർവ്വസ്ഥിതിയിൽ അവർ ഈ ഗ്രൗണ്ട് ആക്കി നൽകുമെന്നാണ് അവർ നമ്മളോട് എഗ്രി ചെയ്തിട്ടുള്ളത്. ആ 15-ൻ്റെ ഉള്ളിൽ അത് പൂർത്തീകരിക്കാനുള്ള ശ്രമം നടത്തും. അത് ഇല്ലാതെ വന്നാൽ 15-ന് ഞങ്ങൾ വീണ്ടും വിസിറ്റ് ചെയ്യും. ഇവിടെ 35,000 ആളുകൾക്ക് ഇരിക്കാനുള്ള സംവിധാനമാണ് സ്റ്റേഡിയത്തിലുള്ളതെങ്കിലും റേസിംഗ് ദിനത്തിൽ ഇരട്ടിയോളം ആളുകളെ അകത്ത് കയറ്റിയിരുന്നു. ബൈക്ക് റേസിംഗ് സംഘാടകർ 25 ലക്ഷം രൂപയാണ് സ്റ്റേഡിയത്തിന്റെ വാടക KFAക്ക് നൽകിയത്. എന്നാൽ കോർപ്പറേഷന് വാടക ഇനത്തിൽ പണമൊന്നും ലഭിച്ചില്ലെന്നാണ് പ്രതിപക്ഷ ആരോപണം. അമൃത ന്യൂസ്, കോഴിക്കോട്.